പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോഷ്യൽ സയൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആവേശത്തിലാണല്ലേ? ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും വ്യത്യസ്ത മൊബൈൽ ആപ്പുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ചില മൊബൈൽ ആപ്പുകളൊക്കെ നിരോധിച്ചല്ലോ. ഏതൊക്കെ ആപ്പുകളാ? ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേര് പറയാമോ? മെടുക്കൻ. എന്താ പറഞ്ഞത്? ടിക്ടോക്ക്, പിന്നെ UC ബ്രൗസർ, എക്സെൻഡർ. ഇപ്പോൾ ഈ അടുത്ത് നിങ്ങളിൽ പലരും കളിച്ചുകൊണ്ടിരുന്നതാണല്ലോ. എന്താ അത്? PUBG. ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മൊബൈൽ ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? അറിയാമല്ലേ? ചൈന. അതിരിക്കട്ടെ, ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താ? നമ്മളൊക്കെ പത്രങ്ങൾ വായിക്കാറുണ്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയാ, ഇന്ത്യ ചൈന അതിർത്തി സംഘർഷമുണ്ടായപ്പോൾ രാജ്യസുരക്ഷയെ കരുതിയിട്ടാണ് കേന്ദ്ര സർക്കാർ എന്തു ചെയ്തത്? ഈ മൊബൈൽ ആപ്പുകളൊക്കെ നിരോധിച്ചത്. ഈ സമയത്ത് അതിർത്തി സംഘർഷം ഉണ്ടായപ്പോൾ നമ്മുടെയൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന രീതിയിൽ ഒരാഹ്വാനം നിങ്ങൾ കണ്ടില്ലേ? ഞാനൊക്കെ കണ്ടിരുന്നു. അതിനൊക്കെ നമ്മൾ ലൈക്ക് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ? നോക്കൂ, നമ്മുടെ രാജ്യമായ ഇന്ത്യയോട് നമുക്കോരോരുത്തർക്കുമുള്ള സ്നേഹവും ബഹുമാനവുമാണ് ഈ ആഹ്വാനത്തിന് പിന്നിൽ അല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഇതുപോലൊരു വിദേശ വസ്തു ബഹിഷ്കരണം നടപ്പാക്കിയിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. മാഷ് ഒരു കഥ പറയാൻ പോവുകയാണ് കേട്ടോ. ഒരു സംഭവ കഥയാണ് പറയുന്നത്. 1907 ജനുവരി മാസം കൽക്കട്ടക്കടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കർഷകനായിരുന്നു ഗാംഗുൽ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണെന്ന്. മുറ്റത്തൊരുക്കിയ കൊച്ചു പന്തലിൽ ധാരാളം അതിഥികളൊക്കെ ഇരിപ്പുണ്ട്. അവർക്ക് ചില മധുരപലഹാരങ്ങളൊക്കെ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. സാധാരണ മധുരപലഹാരങ്ങളിൽ അധികമായി എന്താണ് ചേർക്കാറ്? പഞ്ചസാരയല്ലേ? എന്നാൽ ഇവിടെ ഗാംഗുൽ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനപൂർവ്വം മറുപടി പറയുകയാണ്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് നിർമ്മിത പഞ്ചസാര ബഹിഷ്കരിച്ചതും പകരമായി ശർക്കര ഉപയോഗിച്ചതും. നോക്കൂ കൂട്ടുകാരെ, എന്തുകൊണ്ടായിരിക്കാം ഗാംഗുലിനെ പോലെയുള്ള സാധാരണ കർഷകർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത്? ഒരു കാരണമുണ്ടാകുമല്ലോ അല്ലേ? അതിനെക്കുറിച്ചറിയാൻ നമുക്ക് ബിലി ടീച്ചറോട് ചോദിക്കാം. കഥ കേട്ടല്ലോ അല്ലേ? നോക്കൂ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ 4-ാമത്തെ അധ്യായം ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ഈ പാഠത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ എന്തിനാ ഇന്ത്യയിലേക്ക് വന്നത്? അത് നിങ്ങൾക്കറിയാം. ശരിയാണ്, കച്ചവടത്തിനായി. നോക്കൂ, കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്നവർ അധികം വൈകാതെ സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ
ഒന്നൊന്നായി കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതുമാത്രമോ, അവർ ഇന്ത്യയെ അവരുടെ ഒരു കോളനിയാക്കി മാറ്റുകയും ചെയ്തു. ദ ബ്രിട്ടീഷ് കോൺഗേഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് യൂസിംഗ് ദെയർ മിലിറ്ററി ഫോഴ്സ് ആൻഡ് ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജീസ്. 1757 മുതൽ 1857 വരെയുള്ള 100 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിലായി. 1757 നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ മുൻപ് പഠിച്ചതല്ലേ? എങ്കിൽ പറ, 1757 പ്രത്യേകത എന്താ? ശരിയാണ്, പ്ലാസിയിലെ യുദ്ധം നടന്ന വർഷം. അതിരിക്കട്ടെ, പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അറിയാമല്ലേ? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിച്ച യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ 1857 അത് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമാണ് 1857. നോക്കൂ, ഇന്ത്യൻ ജനതയുടെ സംഘടിതമായ ഒരു ചെറുത്തുനിൽപ്പ് ആരംഭിച്ച വർഷം കൂടിയാണിത് 1857. കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഈ ഭൂപടം കാണുന്നില്ലേ? ഇതിൽ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങളാണത്. ഏകദേശം 63% പ്രദേശങ്ങൾ. അപ്പോൾ ശേഷിക്കുന്ന പ്രദേശങ്ങളിലോ? ബ്രിട്ടീഷ് അധീനതയിലുള്ള, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. Around 63% of the Indian subcontinent that come under the direct control of British. The rest of the regions were ruled by the native kings who had been subjugated to the British. കൂട്ടുകാരെ, ഇനി നമുക്ക് ബ്രിട്ടീഷ് നയത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾസ്. വിദേശികൾ നമ്മളെ ഭരിക്കുമ്പോൾ അവർ നമ്മുടെ താല്പര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുക? ഒരിക്കലുമല്ലല്ലേ. എങ്ങനെയൊക്കെ കോളനികളെ ചൂഷണം ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെയെല്ലാം പരമാവധി ലാഭമുണ്ടാക്കാമെന്നുമാണ് അവർ ശ്രദ്ധിക്കുക. അത് നമ്മൾ ഇതിനു മുൻപത്തെ പാഠത്തിൽ കണ്ടതാണല്ലേ. സാമ്രാജ്യത്വ ശക്തികൾ ഏതെല്ലാം രീതിയിലാണ് കോളനികളെ ചൂഷണം ചെയ്തതെന്ന്. നോക്കൂ, കാർഷിക രാജ്യമായ ഇന്ത്യയിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ചൂഷണത്തിൻ്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാനികൾ കർഷകരായിരുന്നു. ഇപ്പോൾ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ? എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇല്ല? അടുത്ത അച്ഛനും അമ്മയും ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഉത്തരം കിട്ടിയല്ലോ. വില്ലേജ് ഓഫീസിൽ നികുതി അടച്ചതിൻ്റെ രസീതാണിത്. ശരിയല്ലേ? നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇവിടെ വ്യത്യസ്തങ്ങളായ ഭൂനികുതി സമ്പ്രദായങ്ങൾ നടപ്പാക്കിയിരുന്നു. കാർഷിക രാജ്യമായ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഏറ്റവും നല്ല നയമായിരുന്നു വ്യത്യസ്തങ്ങളായ ഭൂനികുതികൾ നടപ്പാക്കുക എന്ന്. അങ്ങനെ അവർ നടപ്പാക്കിയ ഭൂനികുതി നയങ്ങളാണ് ഈ കാർഷിക രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളെ ഏറ്റവുമധികം ദുരിതത്തിലേക്ക് നയിച്ചത്. ആ ഭൂനികുതി നയങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാമല്ലേ? 3 വ്യത്യസ്ത ഭൂനികുതി നയങ്ങളാണ് അവർ നടപ്പാക്കിയത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, രണ്ടാമത്തേത് റൈറ്റ് വാരി വ്യവസ്ഥ, മൂന്നാമത്തേത് മഹൽവാരി വ്യവസ്ഥ. ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണല്ലേ. പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. 1793 അന്നത്തെ ഗവർണർ ജനറലായിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നികുതി നയം നടപ്പാക്കിയത്. പ്രധാനമായും ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പാക്കിയത്. ഇൻ 1793 ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ റീജിയൻ. രണ്ടാമത്തേതാണ് റൈറ്റ് വാരി വ്യവസ്ഥ. 1820
തോമസ് മൺറോയാണ് ഇത് കൊണ്ടുവരുന്നത്. എവിടെയാണെന്നോ, ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് പ്രധാനമായും റൈറ്റ് വാരി വ്യവസ്ഥ നിലവിൽ വന്നത്. ഇൻ 1820 തോമസ് മൺറോ ഇൻട്രൊഡ്യൂസ്ഡ് റൈറ്റ് വാരി സിസ്റ്റം ഇൻ സദേൺ പ്രൊവിൻസസ്. അവസാനത്തേതാണ് മഹൽവാരി വ്യവസ്ഥ. 1822 വില്യം ബെൻഡിക് പ്രഭു ഹോൾട്ട് മക്കൻസിയുടെ സഹായത്തോടു കൂടി നടപ്പാക്കിയതാണ് മഹൽവാരി വ്യവസ്ഥ. എവിടെയാണെന്നോ, വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലാണ് മഹൽവാരി വ്യവസ്ഥ കൊണ്ടുവന്നത്. ഇൻ 1822 വില്യം ബെൻഡിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോൾട്ട് മക്കൻസി ദേ ഇൻട്രൊഡ്യൂസ്ഡ് മഹൽവാരി സിസ്റ്റം ഇൻ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസ്. ഇപ്പം 3 നികുതി വ്യവസ്ഥയും കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ. പേരിൽ തന്നെയുണ്ട് എന്ത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നെങ്കിലും മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തുണ്ടായിരുന്ന ജമീന്ദാരി വ്യവസ്ഥ ഇതിനെ ഒന്ന് പരിഷ്കരിച്ചതാണ്. പരിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ സെമീന്ദാർക്ക് അനുകൂലമായി ചില മാറ്റങ്ങളൊക്കെ കോൺവാലിസ് പ്രഭു ഈ നികുതി വ്യവസ്ഥയിൽ നടപ്പാക്കി. കാരണം സെമീന്ദാർമാരുടെ സഹായം ബ്രിട്ടീഷുകാർക്ക് അത്യാവശ്യമായിരുന്നു. എന്ത് മാറ്റങ്ങളാണ് വരുത്തിയതെന്നോ, ഈ നികുതി വ്യവസ്ഥ അനുസരിച്ച് നികുതി പിരിക്കാനുള്ള അവകാശം സെമീന്ദാർക്കായിരുന്നു. നികുതി പിരിവിനുള്ള അവകാശം സെമീന്ദാർക്കായപ്പോൾ നികുതി പിരിക്കുന്ന ഭൂമിയുടെ അവകാശം കൂടി സെമീന്ദാർക്കുള്ളതായി. അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി ഈ നികുതി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാർക്കായപ്പോൾ കർഷകൻ ആരായി മാറി? ഭൂരഹിതനായി മാറിയല്ലേ. ഭൂരഹിത കർഷകനെ നമുക്ക് കുടിയാൻ എന്ന് വിളിച്ചുകൂടെ? അതെ, ഇവിടെ കർഷകൻ കുടിയാനായി മാറുകയാണ്. നികുതിയാണെങ്കിലോ 60% നികുതി, വിളവിൻ്റെ 60%. വിളവ് മോശമായാലും നികുതി കൊടുക്കണം കേട്ടോ, അതിൽ യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ഇനി നികുതി എങ്ങനെ കൊടുക്കണമെന്നോ, നികുതി നിശ്ചിത തീയതിക്ക് പണമായി തന്നെ അടയ്ക്കണമായിരുന്നു. മുൻകാലങ്ങളിൽ കർഷകൻ നികുതി പണമായി അല്ല അടച്ചിരുന്നത്, അവൻ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിലാണ് നികുതി സർക്കാരിലേക്ക് നൽകിയിരുന്നത്. What were the main features of permanent land revenue settlement? In this system, the tax was collected by the Semindar. Right to collect tax from the land, the ownership was also vested with the Semindar. The Semindar became the owner of the land. At the same time, the actual farmer became tenant. 60% of the production was given as tax. Tax has to be paid in cash before the cut-off date. നോക്കൂ, നമ്മൾ കണ്ട ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ അതിൻ്റെ പേര് പോലെ തന്നെ ശാശ്വതമായിരുന്നു നികുതി. നികുതി നിരക്ക് 60% എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലോ കുറവോ യാതൊരുവിധ മാറ്റങ്ങളും ആ നികുതി വ്യവസ്ഥയിൽ നടപ്പാക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ നികുതി വ്യവസ്ഥ കോൺവാലിസ് പ്രഭു പരിഷ്കരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് നന്നായി മനസ്സിലായല്ലേ. ഇനി നമുക്ക് റൈറ്റ് വാരി വ്യവസ്ഥയും മഹൽവാരി വ്യവസ്ഥയെക്കുറിച്ചും അറിയണ്ടേ? അത് നമുക്ക് ഗിരീഷ് സാറിനോട് ചോദിച്ചു നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി നമുക്കറിയേണ്ടത് മറ്റൊരു സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഏതാണത്? റൈറ്റ് വാരി നികുതി സമ്പ്രദായം. ഇത് എവിടെയാണ് നടപ്പിലാക്കിയതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ. ആരാണ് ഈ നികുതി സമ്പ്രദായം കൊണ്ടുവന്നത്? തോമസ് മൺറോ. റൈറ്റ് എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം കർഷകൻ എന്നാണ്. ഇവിടെ ഭൂമിയുടെ ഉടമസ്ഥൻ കർഷകൻ തന്നെയാണ്. കർഷകൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിക്കുന്നു. ഇവിടെ കർഷകൻ ഏതു തരത്തിലാണ് ചൂഷണം ചെയ്യപ്പെട്ടത്? നികുതി നിരക്ക് വളരെ ഉയർന്നതായിരുന്നു. അതായത് ജലസേചന സൗകര്യമുള്ള ഭൂമിയാണെങ്കിൽ വിളവിൻ്റെ 60%, ജലസേചന സൗകര്യമില്ലാത്ത ഭൂമിയാണെങ്കിൽ
വിളവിൻ്റെ 40% കർഷകൻ നികുതിയായി നൽകണമായിരുന്നു. പിന്നെയോ നികുതി നിരക്ക് ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. വാട്ട് were the main features of right to vary system? Tax collected directly from farmers. Farmers was vested with the ownership of the land. Rate of tax was very high. Tax rates were frequently increased. Tax was to be paid as cash. Farmers had to took loan from money lenders. കൂട്ടുകാരെ, നമ്മൾ 2 നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ച് അറിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഒന്നും കൂടി അറിയാനുണ്ടല്ലോ. ഏതാണത്? മഹൽവാരി നികുതി സമ്പ്രദായം, മഹൽവാരി സിസ്റ്റം ഓഫ് ടാക്സ്. ഇത് എവിടെയാണ് നിലനിന്നിരുന്നത് എന്ന് നേരത്തെ അറിഞ്ഞല്ലോ. എവിടെയാണ്? വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ. ആരാണ് ഈ വ്യവസ്ഥ ഇത് കൊണ്ടുവന്നത്? വില്യം ബെൻഡിക്. വില്യം ബെൻഡിക്കിനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ? മിടുക്കന്മാർ, അറിയാം. എവിടെയാണ്? സതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ട്. ഇവിടെ മഹൽവാരി നികുതി സമ്പ്രദായത്തിൽ ഒരു ഗ്രാമത്തിന് മൊത്തം ഒരു യൂണിറ്റായി കണക്കാക്കുന്നു. എന്നിട്ടോ ഗ്രാമത്തലവൻ നികുതി പിരിക്കുന്നു. ഇവിടെയും കർഷകൻ്റെ ജീവിതം ദുരിതം തന്നെ. നികുതി നിരക്ക് വളരെ ഉയർന്നതായിരുന്നു. കൂടാതെ നികുതി നിരക്ക് വർദ്ധിപ്പിക്കുമായിരുന്നു. Features of Mahalwari tax system. Ownership of land was vested with the farmers. Village headman was assigned to collect tax. Mahal was taken as a unit to collect tax. Tax rate was excessive. Tax was to be paid as cash. നിങ്ങൾ 3 നികുതി സമ്പ്രദായത്തിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞല്ലോ. ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതെല്ലാമാണത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് ടു വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഈ 3 നികുതി സമ്പ്രദായങ്ങളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ഒരു ഡയഗ്രം നിങ്ങൾ തയ്യാറാക്കണം. കൂട്ടുകാരെ, നമ്മൾ 3 നികുതി സമ്പ്രദായത്തിനെ കുറിച്ച് അറിഞ്ഞല്ലോ. ഈ നികുതി സമ്പ്രദായങ്ങൾ എങ്ങനെ കർഷകരുടെ ജീവിതം ദുരിതത്തിലാക്കിയെന്നും നമ്മൾ അറിഞ്ഞു. നികുതി കൃത്യസമയത്ത് പണമായി അടയ്ക്കണം, അല്ലേ? ഇങ്ങനെ കഴിയാതിരുന്ന കർഷകൻ എന്തു ചെയ്തു? കൃഷിയിടം പണയപ്പെടുത്തി പണം കണ്ടെത്തി. അന്ന് ഇന്നത്തെ പോലെ ബാങ്കുകളൊന്നുമില്ല കേട്ടോ. പിന്നെ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? അതെ, കൊള്ളപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന്. കൊള്ളപ്പലിശക്കാരുടെ പ്രത്യേകത എന്തായിരിക്കാം? ഉയർന്ന പലിശ നിരക്കാണ്. അങ്ങനെ ഉയർന്ന പലിശ നിരക്കിന് പണം കടം വാങ്ങിയ കർഷകൻ പണവും തിരിച്ചടയ്ക്കണം, പലിശയും തിരിച്ചടയ്ക്കണം. അതിനൊന്നും കഴിയാതെ വന്ന കർഷകൻ്റെ കൃഷിഭൂമി ആര് കൈക്കലാക്കി? ഈ കൊള്ളപ്പലിശക്കാർ കൈക്കലാക്കി. ഇത് പിന്നീട് കാർഷിക മേഖലയിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കി, വളരെ വലിയ മാറ്റങ്ങളുണ്ടാക്കി. എന്തായിരിക്കാം ആ മാറ്റം? നമുക്കറിയണ്ടേ? അത് നമുക്ക് ബിലു ടീച്ചറോട് ചോദിച്ചു നോക്കാം. കൂട്ടുകാരെ, ബ്രിട്ടീഷ് നികുതി നയങ്ങൾ കർഷകനെ എങ്ങനെയൊക്കെയാണ് ദുരിതത്തിലാക്കിയതെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അല്ലേ? നികുതിയും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവും ഒക്കെ കൂടി കർഷകൻ്റെ കാർഷിക വൃത്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. കാർഷിക മേഖലയിൽ ഒരു ചെറിയ മാറ്റം. നോക്കൂ, നമ്മുടെ പരമ്പരാഗത കർഷകർ എന്തിനു വേണ്ടിയായിരുന്നു കൃഷി ചെയ്തിരുന്നത്? സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ്. ഇനി എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അത് ഗ്രാമത്തിനുള്ളതാണ്. അപ്പോൾ കുടുംബത്തിനും ഗ്രാമത്തിനും വേണ്ടി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകൻ കാർഷിക മേഖലയിൽ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താ ചിന്തകൾക്ക് പിന്നിലുള്ള കാരണം? നമ്മൾ കണ്ടു അല്ലേ? ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഉയർന്ന ഭൂനികുതി നയങ്ങൾ. അതുമാത്രമോ, നികുതി അടയ്ക്കാൻ കഴിയാത്ത കർഷകൻ എന്തു ചെയ്തു? കൊള്ളപ്പലിശക്കാരുടെ മുൻപിലേക്ക് ചെന്നെത്തിപ്പെടുന്ന അവസ്ഥ. ഒടുവിൽ സ്വന്തം കൃഷിഭൂമി തന്നെ അവന് നഷ്ടപ്പെടുകയാണ്. ഇവിടെ നോക്കൂ, കർഷകൻ വിപണിയെ ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതുവരെ ഭക്ഷ്യവസ്തുക്കൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് മാറ്റി അതിൻ്റെ സ്ഥാനത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയാണ്.
കാർഷിക മേഖലയിലുണ്ടായ ഈ മാറ്റത്തെ കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ, ദ ഫാമേഴ്സ് കമ്പൽഡ് ടു കൾട്ടിവേറ്റ് കൊമേഴ്സ്യൽ ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നോക്കൂ കുട്ടികളെ, എങ്ങനെയുള്ള വിളകളായിരിക്കും കർഷകൻ കൃഷി ചെയ്തിട്ടുണ്ടാവുക? യൂറോപ്യർക്ക് ആവശ്യമായ അല്ലെങ്കിൽ യൂറോപ്യൻ വിപണിയിൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ഇന്ത്യയിലെ കർഷകൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഏതൊക്കെ വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്തതെന്നോ? നീലം, ഇൻഡിഗോ, പരുത്തി, കോട്ടൺ, ചണം, ജൂട്ട്, തേയില, ടീ. ഈ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെ കർഷകർ ഇവിടെ കൃഷി ചെയ്തത്. ഒരു കാലത്ത് സ്വയം പര്യാപ്തമായിരുന്ന ഇന്ത്യയിലെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ ബ്രിട്ടീഷുകാർ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്തതെന്നും ആ സ്വയം പര്യാപ്തതയെ തകർത്തതെന്നും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായില്ലേ? ടീച്ചർ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയാലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ കർഷകരെ ചൂഷണം ചെയ്തത് മുതലാണ് നമ്മൾ തുടങ്ങിയതല്ലേ? എങ്ങനെ ചൂഷണം ചെയ്തു എന്നാണ് പറഞ്ഞത്? വ്യത്യസ്തങ്ങളായ ഭൂനികുതി നയങ്ങളിലൂടെ. ഏതൊക്കെയായിരുന്നു ആ ഭൂനികുതി നയങ്ങൾ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, പിന്നെ റൈറ്റ് ടു വാരി വ്യവസ്ഥ, റൈറ്റ് ടു വാരി സിസ്റ്റം, അവസാനത്തേത് മഹൽവാരി വ്യവസ്ഥ, മഹൽവാരി സിസ്റ്റം. പിന്നെ നമ്മൾ എന്താ കണ്ടത്? ഈ ഭൂനികുതി നയങ്ങൾ കർഷകനെ കൊള്ളപ്പലിശക്കാരൻ്റെ മുമ്പിൽ എത്തിക്കുകയാണല്ലേ? കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിൽ നിന്നും ബ്രിട്ടീഷ് നികുതി നയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒടുവിൽ കർഷകൻ എന്തു ചെയ്യുന്നു? കാർഷിക മേഖലയിൽ അവനൊരു മാറ്റം കൊണ്ടുവരികയാണ്. ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള ഒരു മാറ്റം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ അല്ലേ? ഇനി ടീച്ചർ ഇന്ന് തന്ന വർക്ക്ഷീറ്റ് എല്ലാം ചെയ്ത് അത് നന്നായിട്ട് പഠിച്ച് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? എന്നാൽ നമുക്കിന്ന് ക്ലാസ് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.